നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ക്രമക്കേടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തുവന്നതെന്നും ദ്വാരപാലക ശില്പത്തിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി അത് ചെന്നൈക്ക് കൊടുത്തുവെന്നും ഒറിജിനൽ ആർക്കോ വിറ്റുവെന്നും വ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോലീസ് അന്വേഷിച്ചാൽ സർക്കാർ ഇടപെടലുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. കോടതി ഇടപെടൽ ആശ്വാസകരമാണ്. ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പ്രതി ചേർക്കണം. വളരെ ഞെട്ടിക്കുന്ന സംഭവമാണിത്. പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡും സർക്കാരും മറച്ചുവെക്കുവാൻ ശ്രമിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നത്. എല്ലാം അറിയാവുന്ന സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിലും കനത്ത തിരിച്ചടിയാണ് കോടതി വിധി. ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല വാതിലിലും കട്ടിളയിലും വരെ കൃത്രിമം നടന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈക്ക് കൊടുത്തുവെന്നും ഒറിജിനൽ ആർക്കോ വിറ്റു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിൽ ഉത്തരവാദി. സർക്കാരും ദേവസ്വം ബോർഡും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഗുരുതരമായ കുറ്റം ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത്. സന്നിധാനത്തെ ദ്വാരപാലക ശില്പമല്ല, വാതിലില്ല, ഇനി ആകെയുള്ളത് അയ്യപ്പന്റെ തങ്ക വിഗ്രഹമാണ്. അതുകൂടി പോയേനെ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ശബരിമലയിലെ യോഗാദണ്ഡിന്റെയും രുദ്രാക്ഷമാലയുടെയും അറ്റകുറ്റപ്പണി ഏറ്റെടുത്തത് മുൻ ദേവസ്വം പ്രസിഡന്റിന്റെ മകനാണ്. എന്ത് നടപടിക്രമം പാലിച്ചാണ് അത്തരമൊരു തീരുമാനമെടുത്തതെന്നും കേരള സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ ഇ.ഡി. ഇറങ്ങുകയാണെന്നും ബി.ജെ.പിയും എൽ.ഡി.എഫും തമ്മിൽ അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടാണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം പൊതിഞ്ഞ സ്വർണത്തിന് ഡിവൈൻ വാല്യൂ വളരെ കൂടുതലാണെന്നും ഇതിനാൽ തന്നെ വലിയ തുകയ്ക്കായിരിക്കും വിൽപ്പന നടന്നിട്ടുണ്ടാവുകയെന്നും പിന്നിൽ വമ്പൻ സ്രാവുകളാണെന്നും ശില്പി മഹേഷ് പണിക്കർ പ്രതികരിച്ചു. വിശ്വാസത്തിന്റെ പേരുള്ള തട്ടിപ്പാണെന്നും മഹേഷ് പണിക്കർ പറയുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവോടെ തന്നെ വലിയ കൊള്ളയാണ് നടന്നതെന്നാണ് വ്യക്തം. ശബരിമലയിലെ ദൈവിക ചൈതന്യത്തിനാണ് വില. സ്വർണ്ണപ്പാളി ഉൾപ്പെടെ വിറ്റിരിക്കുവാനാണ് സാധ്യത. സ്വർണം ഉരുക്കി നൽകുന്നതിനേക്കാൾ പാളി ഉൾപ്പെടെ നൽകുമ്പോഴാണ് മൂല്യം കൂടുന്നത്. ഉരുക്കി വിറ്റാൽ സ്വർണത്തിന്റെ വില മാത്രമായിരിക്കും കിട്ടുക. എന്നാൽ പാളി അതുപോലെ വിറ്റാൽ അതിന്റെ ഡിവൈൻ വാല്യൂ, അതായത് ദൈവിക ചൈതന്യം വളരെ കൂടുതലായിരിക്കുമെന്നതിനാൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള വലിയ തുകയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ ചെറിയ കണ്ണി മാത്രമാണ്. സിനിമാ മേഖലയിലേക്ക് ഉൾപ്പെടെ സ്വർണം പോയിട്ടുണ്ട്. ശബരിമലയിൽ പൊതിഞ്ഞ സ്വർണം അതുപോലെ തന്നെയാണ് വിറ്റതെങ്കിൽ 50 കോടിയും 100 കോടിയും നൽകി അത് വാങ്ങാൻ ആളുണ്ട്. സിനിമാ നിർമ്മാണ കമ്പനികളടക്കം ആവശ്യക്കാരായിട്ടുണ്ട്. ഒറിജിനൽ വിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തിരിച്ചു വെച്ചാൽ മതിയല്ലോ. പൗരാണിക പാരമ്പര്യമുള്ള വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് ശബരിമല. ഇതിനാൽ തന്നെ ഇവിടുത്തെ ഡിവൈൻ വാല്യൂ വളരെ വലുതാണ്. ഇതിനാൽ തന്നെ ഇവിടത്തെ ശില്പഭാഗങ്ങൾ സൂക്ഷിച്ചാൽ ശനിദോഷം അടക്കമുള്ളവ മാറുമെന്ന വിശ്വാസ തട്ടിപ്പ് നടക്കുമെന്ന് മഹേഷ് പണിക്കർ പറയുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ക്രമക്കേടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചിരുന്നു. പോലീസ് അന്വേഷിച്ചാൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. കോടതി ഇടപെടൽ ആശ്വാസകരമാണ്. ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാം പ്രതി ചേർക്കണം. വളരെ ഞെട്ടിക്കുന്ന സംഭവമാണിത്. പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡും സർക്കാരും മറച്ചുവെക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം വിവാദങ്ങളെല്ലാം കനക്കുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ടുവെന്ന് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റ് വിഷയങ്ങൾ എന്നിവ ചർച്ചയായി 4 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചു. വയനാട് പുനരധിവാസത്തിന് NDRF-ൽ നിന്ന് 2221 കോടി ഗ്രാന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാൻ കടമെടുപ്പ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണം. 0.5% അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിന് പിന്തുണ തേടി. നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക ഉടൻ അനുവദിക്കണം. എത്രയും വേഗം ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ധനഞെരുക്കത്തിൽ ഇടപെടണമെന്ന് നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടുവെന്നും സംസ്ഥാനത്തിന് 965 കോടിയുടെ DST വരുമാന നഷ്ടമുണ്ട്. 5200 കോടി കടമെടുപ്പ് പരിധിയിൽ കുറവുണ്ട്. താൽക്കാലിക ആശ്വാസമായി മുൻപത്തെ കടമെടുപ്പ് പരിധി പുനഃസ്ഥാപിക്കണം. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് അമിത്ഷാ പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.